ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പച്ചസ് വേൾഡ്. സോ ഇന്ന് തിരുവോണ തലേദിവസ വിശേഷങ്ങൾ, അതായത് ഉത്രാടത്തിനുള്ള വിശേഷങ്ങളാട്ടോ. അതായത് മൈലാഞ്ചിയൊക്കെ ഒറിജിനൽ മൈലാഞ്ചിയാണ്, ഓർഗാനിക് ആണ്. അച്ചാമ്മ ഇവിടെ തന്നെ ഞങ്ങളുടെ അവിടെ തന്നെ കിളിപ്പിക്കുന്ന സാധനം കേട്ടോ. അച്ചാമ്മ എടുത്തപ്പോൾ എനിക്കും കുറച്ച് തന്നു. സോ ഇതാണ് ഞാൻ അലങ്കോലമായിട്ട് ഞാനത് ഇട്ടതാട്ടോ. അതുകൊണ്ട് അന്നേരം ഇവിടെ ഞാനിപ്പോൾ പുതുപ്പള്ളിയിലാണ്. ഇവിടെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉത്രാടത്തിന് തിരുവോണത്തിന് തലേ ദിവസം ഇവിടെ വിളക്ക് കത്തിക്കുക, ചട്ടി വിളക്കില്ലേ, അത് കത്തിക്കും. സോ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ ഞാൻ വെച്ച് ആദ്യം കാണിക്കാം. പിന്നെ ഇന്ന് അത്തപ്പൂ ഇടുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്. സോ അതൊക്കെ കാണിക്കാമെന്ന് വെച്ചു. എന്തായാലും ഒരു വീഡിയോ ആയിട്ടിരിക്കട്ടെ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അന്നേരം നമ്മളിതാ മോളിൽ നിന്ന് ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പണ്ടത്തെ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗിയൊന്നും ആരും ശ്രദ്ധിക്കരുത്, കാരണം അത്യാവശ്യം കുളമായിട്ടിരിക്കുക കേട്ടോ ഈ ചട്ടി. അന്നേരം ഇനി ഇതിനകത്തൊക്കെ എണ്ണ ഒഴിക്കണം, തിരിയിടണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. വിളക്കും കത്തിക്കണം കേട്ടോ. അതുകൊണ്ട് ഈ രണ്ട് ഇതിനകത്ത് എണ്ണ ഒഴിച്ചിരിക്കുന്ന പോലെ ബാക്കി എല്ലാം അതിനകത്ത് എണ്ണ ഒഴിക്കണം. അന്നേരം ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ കാണാം, കുറേ പരിപാടീസ് ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ദാണ്ട് എണ്ണയും തിരിയും എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. പിന്നെ ദാണ്ടിപ്പം മഴക്കോളും കൂടെ വരുന്നുണ്ട്. സത്യത്തിൽ ഞങ്ങൾ മതിലിൻ്റെ അവിടെ വെക്കുന്നതാണ്, പക്ഷേ മഴക്കോളുള്ളതുകൊണ്ട് തന്നെ അത് പോകുമെന്ന് അറിയേണ്ട ഞങ്ങൾ വെച്ചില്ല കേട്ടോ. നല്ല മഴക്കോളുണ്ടായിരുന്നു, പിന്നെ മഴയും പെയ്തു. ഇവിടെയൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ വെച്ചു, പിന്നെ കുറച്ച് ചട്ടി ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ പൊട്ടിപ്പോയി, അതുകൊണ്ട് പല ഇടത്തും വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ദാണ്ട് ഇത് സൈഡിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ലുക്ക് വരുന്നത്. ഇപ്പോൾ വിളക്ക് കത്തിക്കുന്ന പരിപാടി തീർത്തിട്ടുള്ളത്. നമ്മൾ ആ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത പരിപാടി പടക്കം പൊട്ടിക്കുക. പടക്കം പൊട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് പൂവെല്ലാം പിച്ച് വെക്കണം. അത് കഴിഞ്ഞ് പടക്കം പൊട്ടിക്കുന്നത്, അത് കഴിഞ്ഞ് പൂ ഇടല്, അതൊക്കെയാണ് പരിപാടി. നമ്മൾ പടക്കം പടക്കം എടുക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്നാന്ന് തോന്നുന്നു ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ അത് വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ കമ്പിത്തിരി, പൂത്തിരി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഈ വട്ടം മേടിച്ചുള്ള കേട്ടോ. അതെല്ലാം പൊട്ടിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ പൂ അരിയുന്ന പരിപാടിയിലാണ്. അങ്ങനെ അച്ചാമ്മ കുറച്ച് അവിടെ ഇത് ചെയ്ത് വെച്ചു, ഞാൻ കുറച്ച് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ ഈ വട്ടം വീട്ടിലിട്ട്, ഞാനും അപ്പൂപ്പനും കൂടെ ആണ് ഇട്ടത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തെ ആട്ടോ ഇത്, തിരുവോണത്തിന് ഒരുങ്ങിയതാട്ടോ. തിരുവോണത്തിൻ്റെയും കൂടെ എടുക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പച്ചക്കറി മേടിക്കാൻ പോകാനുണ്ടായിരുന്നു. സോ ഒരുങ്ങി ഞാൻ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടൊരു അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. അച്ചാമ്മ ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് വിഭവം വെച്ചിട്ടുള്ള സദ്യ കഴിച്ചു. സദ്യം പറയല്ല, സദ്യയുടെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാനൊരു ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല, കുറച്ചിട്ട് ഒന്ന് കിടക്കാം, അത്രയേ ഉള്ളൂ പരിപാടി. സോ എല്ലാം കഴിഞ്ഞതിനാലും ഇന്നത്തെ വ്ളോഗ് കൂടെ വെച്ച് നിർത്താം. ഇന്നലത്തെ കൂടെ ഞാൻ ഒരുമിച്ചായിരുന്നേ. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് കാണും. അതുകൊണ്ട് തന്നെ ബിലേറ്റഡ് ഹാപ്പി ഓണം. അന്നേരം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നത്. ദിസ് ഇസ് പാർവണി സൈനിങ് ഓഫ്.